33 ലക്ഷത്തിലധികം അംഗങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ കണക്കെടുത്തപ്പോഴെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിന് അതിൽ വിവിധ സംഘടനകളിലായി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അംഗങ്ങളുണ്ട്. ഈ 33 ലക്ഷത്തോളം വരുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, അംഗങ്ങളാണെങ്കിലും പ്രവർത്തകരാണെങ്കിലും അവർ ഇന്ന് യഥാർത്ഥത്തിൽ തെരുവിൽ നഗ്നരാക്കപ്പെട്ട് നിൽക്കുക. ഈ 55 ഇടങ്ങളിലല്ലാതെ മറ്റൊരിടത്തെയും സ്ഥാനാർത്ഥിയെക്കുറിച്ച് അവർക്കൊരു വിവരമില്ല. അവരുടെ മുന്നിൽ കൂടി LDFിൻ്റെ സ്ഥാനാർത്ഥികൾ അങ്ങോട്ട് പോകുന്നു, 1ാം റൗണ്ട് പര്യടനം, 2ാമത്തെ റോഡ് ഷോ, 3ാമത്തെ റോഡ് ഷോ. ചില മണ്ഡലങ്ങളിൽ ഇവരിങ്ങനെ വേലിക്കെട്ടിനുള്ളിൽ നിൽക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ. 72 മണിക്കൂറായി LDFിൻ്റെ സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞു കഴിഞ്ഞൊരു രാഷ്ട്രീയ ഭൂമികയിലാണ്. പ്രിയപ്പെട്ട നേതാക്കളെ, നിങ്ങൾ ഈ 33 ലക്ഷത്തിലധികം വരുന്ന കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ നിങ്ങൾ നിരാശയുടെ പടുകുഴിയിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഉപഗ്രഹം കളി അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ കോൺഗ്രസ് നേരിടാൻ പോകുന്നത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തുടർച്ചയായ പരാജയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ പുറത്തു വരുന്ന സർവേകൾ ആവറേജ് എടുത്ത് നോക്കിയാൽ 75-76 സീറ്റുകൾ വരെ LDF ക്ലീൻ ആയിട്ട് കിട്ടും. ഇപ്പോൾ പ്രഖ്യാപിച്ച 55 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക അടക്കം 60-64 സീറ്റുകളിലേക്ക് ഒരുപക്ഷെ UDF ഒതുങ്ങാനുള്ള സാധ്യതയുണ്ട്. 1-2 സീറ്റുകൾ വേണ്ടി വന്നാൽ ഈ കളിയാണ് കളിക്കുന്നതെങ്കിൽ അത് NDAക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണം തിരുവനന്തപുരം സെൻട്രൽ അടക്കം. അവിടെ കുമ്മനം രാജശേഖരനാണ് മത്സരിക്കാൻ വരുന്നതെങ്കിൽ മത്സരം കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതാണ് നിലവിലുള്ള സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് 75 മണിക്കൂർ പിന്നിട്ടു. ഇപ്പോൾ നോക്കുമ്പോൾ 76 മണിക്കൂറായി. 9 മണിക്ക് ഒരുപക്ഷെ അരമണിക്കൂറിനുള്ളിൽ 2ാമത്തെ പട്ടിക പുറത്തു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അപ്പോഴും കണ്ണൂർ ആ പട്ടികയിൽ ഉണ്ടാകുമോ, കോന്നി ആ പട്ടികയിൽ ഉണ്ടാകുമോ എന്നുള്ള സംശയത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്.